ആരാധകർക്കൊരു സന്തോഷ വാർത്ത വരുന്നുണ്ട്. വിജയ് ചിത്രം ജനനായകനൊടുവിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. സെൻസർ ബോർഡുമായുള്ള തർക്കങ്ങളെ തുടർന്ന് വൈകിയ ചിത്രം മെയ് 8-ന് ലോകമെമ്പാടും റിലീസ് ചെയ്യും. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കും. സിയ സൂസൻ സാം വിവരങ്ങളുമായി ചേരുകയാണ്. സിയ, ഒടുവിൽ ജനനായകൻ തിയേറ്ററുകളിലേക്ക് എത്തുന്നു. എന്തെല്ലാം വിവാദങ്ങളായിരുന്നു സിനിമയെ ചുറ്റിപ്പറ്റി എന്നുള്ളതാണ്. സിനിമയുടെ സെൻസറിങ്ങിന്റെ അടക്കമുള്ള കാര്യങ്ങൾ. ഈ ഒരു ഇലക്ഷന് മുമ്പ് ഈ സിനിമ വരണമെന്നായിരുന്നു വിജയ് ആഗ്രഹിച്ചത്. അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിൽ അത് വിജയ്ക്ക് കൂടുതൽ ഒരു വേരോട്ടം ഉണ്ടാക്കുകയും ചെയ്യും. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമാണ് സിനിമ വരുന്നത്. അതിനിടെ പൈറസി വിവാദം അടക്കം ഉയരുകയും ചെയ്തു. അപ്പോൾ എപ്പോഴാണ് സിനിമ ഇനി നമുക്ക് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത്? ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം എപ്പോഴുണ്ടാകും? നിലവിൽ മെയ് 8-നാണ് ചിത്രം എത്തുന്നതെന്നുള്ള ഒരു റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. വിജയ് ചിത്രം മെയ് 8-ന് തന്നെ റിലീസാകും. എന്നാൽ നിർമ്മാതാക്കൾ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഔദ്യോഗികമായി ഉടനെ തന്നെ സ്ഥിരീകരിക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. അതനുസരിച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ആരാധകർക്ക് ഭയങ്കര സന്തോഷമായിരിക്കുകയാണ്. കാരണം ജനുവരിയിൽ എത്തേണ്ട പടം അത് സെൻസർ ബോർഡിൻ്റെ കീഴിൽ എത്തുകയും പിന്നീട് അത് വലിയ തടസ്സങ്ങൾ നേടുകയും പിന്നെ അത് കേസിലേക്ക് പോവുകയും നിർമ്മാതാക്കളും കോടതിയും തമ്മിലുള്ള വാക്കുതർക്കങ്ങൾ ഉണ്ടാകുകയും അങ്ങനെ അത് കുറേ നാളുകൾ നീണ്ടുപോയി. റിലീസ് ഭയങ്കരമായിട്ട് വൈകിയായിരുന്നു. ഇതിലെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയുടെ അവസാന ചിത്രം കൂടിയായിരുന്നു. രാഷ്ട്രീയ പ്രവേശനത്തേക്കുള്ള പോകുന്നതിനുള്ള ഇതായിട്ട് ലാസ്റ്റിലത്തെ പടമായിരുന്നു ജനനായകൻ. പക്ഷേ അത് കറക്റ്റ് സമയത്ത് അവർക്ക് റിലീസ് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏപ്രിൽ ആദ്യ വാരത്തിൽ ചിത്രം ഇൻ്റർനെറ്റിൽ ചോരുന്നത്. ആദ്യമേ ഇൻട്രോ സീനും ക്രെഡിറ്റും അടക്കുന്ന സീനുകളായിരുന്നു ചോർന്നത്. പിന്നാലെ 3 മണിക്കൂറുള്ള സിനിമ പല കട്ടുകളായിട്ട് സിനിമ ഇൻ്റർനെറ്റിൽ ചോരുകയായിരുന്നു. ഇത് നിർമ്മാതാക്കൾക്ക് വലിയൊരു അടിയായിരുന്നു കിട്ടിയത്. കാരണം വിജയുടെ അവസാന ചിത്രം പൊളിറ്റിക്കൽ ഡ്രാമ ഇതൊക്കെ വെച്ച് വളരെ ഹൈപ്പോടെ ഇറങ്ങേണ്ട ഒരു പടമായിരുന്നു. പക്ഷേ അത് ഇൻ്റർനെറ്റിൽ ചോർന്നതോടെ എല്ലാം സാമ്പത്തികമായിട്ടും എല്ലാം ഈ നിർമ്മാതാക്കളെ ഭയങ്കരമായിട്ട് ബാധിച്ചിരുന്നു. ആമസോൺ പ്രൈം പോലുള്ള വലിയ ടീമുകൾ ഇതിൻ്റെ OTT റിലീസുകൾ വരെ ഏറ്റെടുത്തിരുന്നതാണ്. പക്ഷേ ഇങ്ങനൊരു ഡിലേ വന്നപ്പോഴേക്കും അവരും ഇത് കൈയൊഴിഞ്ഞു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഈ ജനനായകനെ നേരിടേണ്ടി വന്നു. അതിനുശേഷം അതിനിപ്പോൾ പൊളിറ്റിക്കൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ട വിജയുടെ ഭാവിയൊക്കെ ഇത് ബാധിക്കുമെന്നുള്ള രീതിയിലുള്ള വാർത്തകളും ഒക്കെ റിപ്പോർട്ടുകളും ഒക്കെ ഒരുപാട് വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു സെൻസറിങ് ഇഷ്യൂസ് ഉണ്ടാവുകയും പിന്നെ ഈ സിനിമ നിലവിൽ ഇപ്പോൾ സെൻസറിങ് ആകാതിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ചോർച്ച വന്നത്. അതിനുശേഷം ഇന്നലെയാണ് വിജയ് ചിത്രത്തിൽ ഇതിന് സാമ്പത്തികമായി എന്താ പറയുക ഒരു സാമ്പത്തികമായി നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ വിജയ് രണ്ടാമതും ഒരു സിനിമ ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. നിർമ്മാതാക്കളെ സാമ്പത്തികമായി സഹായിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമതൊരു ചിത്രം കൂടി ഇതേ സെയിം നിർമ്മാതാക്കളെ വെച്ച് തന്നെ രണ്ടാമതും ഒരു ചിത്രം ചെയ്യും എന്നുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ സിനിമ മൊത്തത്തിൽ ചോർന്നതുകൊണ്ട് തന്നെ തിയേറ്ററിൽ ഇറങ്ങുമ്പോഴേക്കും സാമ്പത്തികമായി അത്രയും കളക്ട് ചെയ്യാൻ ഇതിന് പറ്റിയില്ലെങ്കിൽ വിജയ് രണ്ടാമതും ഇതേ നിർമ്മാതാക്കളെ വെച്ച് ഒരു ചിത്രം ചെയ്ത് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കൊടുക്കുമെന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ മെയ് 8-ന് ചിത്രം എത്തുമെന്നുള്ള വാർത്തകൾ വന്നിരിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായി റിലീസ് തീയതി ഇതിനെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ മെയ് 8-ന് വരുമെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. ശരി സിയ, എന്തായാലും ജനനായകൻ മെയ് 8-ന് തിയേറ്ററിലേക്ക് എത്തും എന്നുള്ള ഒരു സൂചനയൊക്കെ വരുന്നുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല എങ്കിലും അങ്ങനെയാണ് വിവരങ്ങൾ. സിയയാണ് ഈ വിവരങ്ങൾ നൽകിയത്.